ഇത് ലീല ചേച്ചി, ഇത് ശിവാനന്ദൻ ചേട്ടൻ. രണ്ടുപേരും കക്ക പാറ്റുകയാണ്. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ജിഷ എലിസബത്ത്. നമ്മൾ ഇന്നുള്ളത് പുന്നമട കായലിന്റെ അരികത്താണ്. ആലപ്പുഴ ജില്ലയിലെ കോമളപുരത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 41 വർഷമായിട്ട് അദ്ദേഹം കക്ക വാരുന്ന തൊഴിലാളിയാണ്. എന്നും പുലർച്ചെ 5:30 അദ്ദേഹം അദ്ദേഹത്തിന്റെ വള്ളത്തിലെ കായലിൽ പോകും. പിന്നെ കുറേ സമയം കായലിലാണ്. അവിടെ നിന്നും മുങ്ങിത്തപ്പി കക്കയും കൊണ്ട് അദ്ദേഹം ഏതാണ്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. ആ സമയത്ത് ലീല ചേച്ചി വീട്ടിലെ എല്ലാ പണികളും തീർത്ത് അദ്ദേഹത്തെ കാത്ത് തീരത്തുണ്ടാവും. മക്കളുണ്ടോ? എത്ര പേരുണ്ട്? പെൺകുട്ടികൾ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അതോ പഠിക്കുന്നുണ്ടോ? ഇളയാള് ആലപ്പുഴ. പഠിക്കട്ടെ. ആണാ? കടമൊക്കെ നമുക്ക് പണിയെടുത്ത് വീട്ടാം അല്ലേ? കക്ക കുറവാ. അതെ, കായലിൽ ഇപ്പോൾ കക്കകളുടെ എണ്ണം കുറവാണ്. മാത്രമല്ല ഇപ്പം മഴക്കാലം കൂടിയാണ്. വേമ്പനാട് കായലിൽ തന്നെ പലയിടത്തും നെഞ്ചൊപ്പം വെള്ളത്തിലിറങ്ങി കക്ക കോരുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പുന്നമട കായലിലെ 1.5 ആൾപ്പൊക്കം വെള്ളത്തിലിറങ്ങി വേണം കക്ക വാരാൻ. എത്രയോ പേര് ഇങ്ങനെ കക്ക വാരുന്നതിനിടയിൽ മരിച്ചു പോയിട്ടുണ്ടെന്നോ അത് ശിവാനന്ദൻ തന്നെ പറയും. ആണല്ലേ? നമുക്ക് ആളെ കിട്ടത്തില്ലല്ലേ? അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആണോ? കായല് വലിച്ചടിത്തട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ആരും തപ്പേലും കിട്ടിയില്ല, ഒഴുക്കിലങ്ങ് പോകും. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. 3-ന്റെ അന്നാണ് ഇച്ചിരി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ട് വന്ന് വെള്ളം കരല് വീഴും പോലെയാണ്. ഇത് ഞാനവിടെ ഇരുന്ന് വെച്ചു താഴോട്ട്. അതെ, ഞാനിങ്ങനെ പോകുന്നു. എനിക്കറിയാതെ കോള് വീഴും. നമുക്ക് പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ, പ്രകൃതിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മളിപ്പോ ഇഞ്ചനൊക്കെ ഉള്ളതുകൊണ്ട് ഓടിച്ചിങ്ങ് പെട്ടെന്ന് പോരാ. ഇഞ്ചൻ ഒന്ന് കംപ്ലൈന്റ് ആണെങ്കിൽ അവിടെ കിടക്കും. പിന്നെ മൂന്നിയാൽ ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെയുണ്ട്. അതാണ് ഈ കിഴക്കോട്ടൊക്കെ പോകാൻ മടിക്കുന്നത്. ഇവിടെ കിടന്നുള്ളത് മതി. ആഴം കൂടും തോറും ഇതിൽ നിന്ന് മുങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണെന്നാണ് ശിവാനന്ദൻ പറയുന്നത്. അതുകൊണ്ട് പല്ലി എന്ന് വിളിപ്പേരുള്ള ഒരു ഉപകരണം കൊണ്ടാണ് ഇവർ കോരിയെടുക്കുന്നത്. അതായത് പല്ലി എന്ന് പറഞ്ഞാൽ നീളമുള്ള ഇരുമ്പ് പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ചതുരപ്പെട്ടി കെട്ടിയിട്ട് അതിൽ ചെറിയ കണ്ണികളുള്ള വല കെട്ടിയാണ് ഈ പല്ലി തയ്യാറാക്കുന്നത്. ഇങ്ങനെ കോരിയെടുക്കുന്ന കക്ക തീരത്ത് കൊണ്ടുവരും. ഒരു അലുമിനിയം ചരുവത്തിലിട്ട് പുഴുങ്ങിയെടുക്കും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം പുഴുങ്ങും. അപ്പോഴേക്കും ഇതിൻ്റെ ഇറച്ചിയൊക്കെ വേർപെട്ട് വരും. അപ്പോഴാണ് ഇവർ ഇരുമ്പ് വല കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു അരിപ്പയിലിട്ട് ഇറച്ചി വേർതിരിച്ചെടുക്കുന്നത്. അപ്പം ഏതാണ്ട് 10 കിലോ കക്ക വേർതിരിക്കുമ്പോഴാണ് 1 കിലോ ഇറച്ചി കിട്ടുന്നത്. ഒരു ദിവസം എത്ര കിലോ വരെ കിട്ടും ചേച്ചി നമുക്ക്? കക്കായി നമ്മൾ കൊടുക്കത്തില്ലേ? കിലോയ്ക്ക് 49 രൂപ കിട്ടും അല്ലേ? 22 കിലോയ്ക്ക് 49 രൂപ കിട്ടും. 1 കിലോ ഇറച്ചിക്ക് 120 രൂപയാണ് ഇവർക്ക് കിട്ടുക. അത് വണ്ടിക്കാർ വന്നെടുക്കും. അവരത് പിന്നീട് ചെറുകിട കച്ചവടം നടത്തുന്ന സ്ത്രീകൾക്ക് കൂടിയ വിലയ്ക്ക് മറിച്ച് വിൽക്കും. 120 രൂപയ്ക്ക് 9 കിലോ ഇറച്ചി വിറ്റാലേ ഇവർക്ക് എന്താണ് കിട്ടുക? കരക്കാർ നേരിട്ട് വന്നാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ലാഭമുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് വിപണി വിലയിൽ ഇത് വിൽക്കാൻ കഴിയുന്നത്. ഈ കക്കയൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ചകിരിച്ചോറ്, അതല്ലെങ്കിൽ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വസ്തുക്കൾ വാങ്ങിക്കാനും അത് കൊണ്ടുവരാനുള്ള അധ്വാനവും ഒക്കെ വേറെയാണ്. ചിലർക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവർ ഇലക്ട്രിക് ചൂള ഉപയോഗിക്കും. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും ഇതുപോലെ ചകിരിച്ചോറോ അറക്കപ്പൊടിയോ അതല്ലെങ്കിൽ വിറകോ ഉപയോഗിച്ച് തിളപ്പിക്കുന്നവരാണ്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ബ്ലോവർ യൂസ് ചെയ്യും. അത് കാലുകൊണ്ട് ചവിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഊതേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും ഇവരുടെ അധ്വാനത്തിന് അർഹമായ കൂലി ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. വേമ്പനാട് കായലിന്റെ ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നിരവധി പഠനങ്ങളുണ്ട്. ലവണാംശം കൂടുന്നതുകൊണ്ട് ഈ കക്കകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക്, കായലിലെ എല്ലാവിധ ജീവികളുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് കക്ക വാരുന്ന തൊഴിലാളികൾ
നേരിടുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാലേ ഈ തൊഴിലെ ഒരു കുടുംബ തൊഴിലാണ്. വീട്ടിലെല്ലാവരും ഒരുമിച്ച് ജോലിക്ക് ഇറങ്ങിയിട്ടാണ് അവർ അന്നന്നത്തേക്കുള്ള അന്നം കണ്ടെത്തുന്നത്. പക്ഷേ ഇത്ര പേര് അധ്വാനിച്ചാലും അവർക്ക് അവരുടെ ഉപജീവനത്തിന് അതാത് ദിവസത്തിന് ഉപജീവനത്തിനുള്ള വരുമാനം കിട്ടുന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കായലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടിയെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയൊക്കെയാണ് കോട്ടം തട്ടിയെന്ന് പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നു. അവർ പ്ലാസ്റ്റിക് അടക്കമുള്ള ഒരുപാട് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നു. ഇപ്പം പല്ലിക്കൊക്കെ വെച്ച് കോരുമ്പോൾ പ്ലാസ്റ്റിക്കാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ കായലിലെ കക്കയുടെ വളർച്ചയെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നശിച്ച് നമുക്കെല്ലാം വീണ്ടെടുക്കണം. നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതല്ലേ അല്ലേ? കടൽ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, കായൽ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, പുഴ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഈ കോളി മലിനീകരണ തോത് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, കായലിൻ്റെ അടിത്തട്ടിലെ കൂടിയ തോതിലുള്ള എക്കൽ ശേഖരമുണ്ട്. ഈ ചെളിയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണ് കക്കകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കക്കയുടെ ആവാസ വ്യവസ്ഥ വളരെയധികം തകർന്നിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം അതുമൂലം ജലത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നതും ഈ ആവാസ വ്യവസ്ഥകളെല്ലാം തകർത്ത് കളയുന്നുണ്ട്. ഇടക്കാലത്ത് കക്ക കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഒരു പദ്ധതി സർക്കാർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 2020 140 ടൺ കുഞ്ഞുങ്ങളെയാണ് കായലിൽ നിക്ഷേപിച്ചത്. 2022 വലിയ തോതിൽ വിളവെടുപ്പ് നടത്താൻ പറ്റി. പക്ഷേ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്കുകൾ താഴേക്ക് പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ഏതാണ്ട് 76,000 ടൺ കക്ക കിട്ടിക്കൊണ്ടിരുന്നൊരു സ്ഥാനത്ത് ഇപ്പം 2024 കണക്ക് പ്രകാരം 52,000 ടൺ മാത്രമാണ് കിട്ടിയത്. ഇങ്ങനെ കക്കയുടെ ലഭ്യത കുറയുന്നത് മാത്രമല്ല, സർക്കാർ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 6,000 തൊഴിലാളികൾ ഈ മേഖലയിലുണ്ട്. ഇവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള കക്കയൊന്നും കിട്ടുന്നില്ലല്ലോ. വേമ്പനാട്ട് കായലിലെ മത്സ്യബന്ധന വരുമാനത്തിൻ്റെ 70% കക്ക വാരൽ വഴി കിട്ടുന്നതാണ്. പക്ഷേ അതിലെ സ്ഥിതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്, വളരെ ആശങ്കാജനകമാണെന്ന്. അതിനൊപ്പം അനധികൃത കക്കവാരലും വലിയ വിനാശം ഉണ്ടാക്കുന്നുണ്ട്. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ഡാറ്റ നിരത്തിയിട്ട് അനധികൃത കക്കവാരലിനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും ശിവാനന്ദനിലേക്ക് തിരിച്ചു വരികയാണ്. 41 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ശിവാനന്ദന് പക്ഷേ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാനം കൂടുന്നതിന് പകരം വരുമാനം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടുത്ത അധ്വാനവും വിവിധ രോഗങ്ങളും നിറയെ കടവും മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. അത് അദ്ദേഹത്തെ വളരെയധികം അവശനാക്കിയിട്ടുണ്ട്. ഈ 56-ാം വയസ്സിലും അദ്ദേഹം പ്രകൃതിയോട് മല്ലിട്ടാണ് ജീവിക്കുന്നത്. അനുഗ്രഹീതമായ സംഗീതം അദ്ദേഹത്തിനുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ മനോഹരമാണ്. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ, പൊന്നുണ്മ നൽകിയാലേ ഉണരാറുള്ളൂ. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ, പൊന്നുണ്മ നൽകിയാലേ ഉണരാറുള്ളൂ. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വഴക്കം നമ്മളെ അത്ഭുതപ്പെടുത്തും. ജോലിയുടെ അവശതകളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ മറക്കാൻ വേണ്ടി അദ്ദേഹം മനോഹരമായി പാട്ട് പാടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് സങ്കട താളമാണ്. പുന്നമട കായലിന്റെ തീരത്ത് കക്ക വാരുന്ന ശിവാനന്ദൻ ചേട്ടന്റെയും ലീല ചേച്ചിയുടെയും കഥ നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ പറ, എന്താണ് അവരുടെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്ന്. ഇത്തരത്തിലുള്ള ജീവിത കഥകളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. തുളുമ്പിപ്പോയി ഇനിയെന്നു കാണുമൊന്നായി പിടഞ്ഞു പോയി എൻ്റെ ഇടനെഞ്ചിലോർമകൾ തുളുമ്പിപ്പോയി. എത്രയായാലുമൻ ഉണ്ണിയല്ലേ അവൻ, വിലപിടിയാത്തൊരൻ നിധിയല്ലേ എൻ്റെ